ഇവിടെ വീടുകൾ വാങ്ങാൻ ആളില്ലാതെ കെട്ടിക്കിടക്കുകയാണ്. ഒരുപാട് സ്ഥലം ആളില്ലാതെ കിടക്കുന്നു എന്നൊക്കെയാണ് ഒരുപാട് യൂട്യൂബേഴ്സ്, പ്രമുഖർ ഒക്കെ അഭിപ്രായപ്പെടുന്നത്. മാധ്യമങ്ങളിൽ കാണുന്ന ട്രെൻഡും അങ്ങനെയാണ്. സ്വന്തമായൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് ഗ്രൗണ്ട് റിയാലിറ്റി തികച്ചും വ്യത്യസ്തമാണ് എന്നാണ് ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. എൻ്റെ ഈ അനാലിസിസിനോട് യോജിക്കാത്തവർ ധാരാളം പേരുണ്ടാവും. വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചും ഡാറ്റ സ്റ്റഡി, ട്രെൻഡ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ് നടത്തിയും എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻസൈറ്റ്സ് ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീട് വയ്ക്കാൻ 5 സെന്റെങ്കിലും സ്ഥലം വാങ്ങാനോ പുതിയ വീട് വാങ്ങാനോ അടുത്ത കാലത്ത് ശ്രമിച്ചിട്ടുള്ളവരാണെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി മാധ്യമങ്ങളിൽ കാണുന്നതിന് നേരെ വിപരീതമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യവും പൊതുബോധവും ഇങ്ങനെ 2 ദിശകളിൽ നിൽക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഡാറ്റകളുടെ അഭാവം തന്നെയാണ് കാരണം. പബ്ലിക്കലി അവൈലബിൾ ആയ ഡാറ്റ 2023 വരെയുള്ള കംപ്ലീറ്റഡ് പ്രോജക്റ്റുകളുടെ മാത്രമാണ്. KRERA പോലുള്ള ഗവൺമെന്റ് ബോഡീസ് ലൈസൻസ്ഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രോജക്റ്റുകൾ മാത്രമാണ് വെബ്സൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ് ഭൂരിഭാഗവും കോട്ടയത്ത് ലോക്കൽ ബിൽഡേഴ്സാണ് ലീഡ് ചെയ്യുന്നത് എന്നതുമാണ്. കുറച്ചു കാലങ്ങളായി കോട്ടയം ജില്ലയിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന വീടുകൾ വളരെ വേഗത്തിൽ വിപണിയിൽ വിറ്റുപോകുന്നു. ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം പതിറ്റാണ്ടുകളായി കോട്ടയം ശാന്തവും വിദ്യാഭ്യാസപരവും റിട്ടയർമെന്റ് ലൈഫിന് അനുയോജ്യവുമായ സ്ഥലമായാണ് ഇൻവെസ്റ്റേഴ്സിനിടയിൽ കാണപ്പെട്ടിരുന്നത്. ഒരിക്കലും എറണാകുളം പോലെ ഫ്ലാഷി ആൻഡ് സ്പെക്കുലേറ്റീവ് മാർക്കറ്റ് അല്ലായിരുന്നു. അപ്പോൾ എന്താണ് പെട്ടെന്നുണ്ടായ മാറ്റം? ഒരു ലൗഡ് ഗ്രോത്ത് അല്ല, മറിച്ച് ഒരു സൈലന്റ് ആക്സിലറേഷൻ രൂപപ്പെടുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് റോഡ് കണക്ടിവിറ്റി ഗണ്യമായി മെച്ചപ്പെട്ടു. MC റോഡ് നവീകരണം, വേഗത്തിലുള്ള ആക്സസ് റൂട്ടുകൾ, സുഗമമായ അന്തർജില്ലാ യാത്ര, ഇതെല്ലാം കിലോമീറ്ററുകൾ മാത്രമല്ല ടൈം ഡിസ്റ്റൻസ് കൂടി കുറച്ചിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം വീടുകൾ തൽക്ഷണം വിൽക്കാനുള്ള കാരണമല്ല. ആരും പബ്ലിക്കായി സംസാരിക്കാത്തതുകൊണ്ട് അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന കുറച്ച് കാരണങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട്. NRI ഹോം മൈഗ്രേഷൻ, പിന്നെ അൺമാരീഡ് NRIs, ഇവരുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് UK, അയർലൻഡ്, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന അവിവാഹിതരായ പെൺകുട്ടികളുടെ കുടുംബങ്ങൾ വിവാഹത്തിന് മുൻപ് ഒരു വീട് സ്വന്തമാക്കുക എന്നത് ഒരു നിക്ഷേപം മാത്രമല്ല, അവരുടെ മക്കളുടെ സുരക്ഷയായിട്ടും കൂടിയാണ് കണക്കാക്കുന്നത്. ഭാവിയിലെ വരുമാനത്തിനായുള്ള സുരക്ഷ. ഭാവി ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എവിടെ പോയാലും ഒരു വീട് കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന സുരക്ഷ. മറ്റൊരു റിയാലിറ്റി വളരെ കൾച്ചറലായ ഒന്നാണ്. വിവാഹത്തിന് മുമ്പ് വീടുകൾ വാങ്ങുന്ന അവിവാഹിതരായ NRI യുവാക്കൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ. അറേഞ്ച്ഡ് വിവാഹങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, ഒരു പുരുഷന് സ്വന്തമായി ഒരു വീടുണ്ടായിരിക്കുക എന്നത് ഒരു ബോണസ് അല്ല, അത് പലപ്പോഴും ഒരു ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യകതയാണ്. മൂന്നാമത്തെ കാരണം 70കളിൽ കകോട്ടയം, മധ്യ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ നിന്ന് മലബാറിലേക്ക് നടന്ന കുടിയേറ്റം പോലെ സമീപ ജില്ലകളിൽ നിന്ന് കോട്ടയത്തേക്കുള്ള മൈഗ്രേഷനാണ്. ഇതുകൂടാതെ വർഷങ്ങളായി നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തു ജീവിച്ച ആളുകൾ, ഗൾഫ് മേഖലകളിൽ ജീവിച്ചവരൊക്കെ റിട്ടയർമെൻറ്റ് ലൈഫ് ചിലവഴിക്കാൻ വീടുകൾ വാങ്ങുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ സ്വാഭാവികമായി പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചു വീടുകൾക്കുണ്ടാകുന്ന ഡിമാൻഡ്. കോട്ടയം ജില്ലയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ പോസിറ്റീവായി സ്വാധീനിക്കുന്ന കാരണങ്ങളായ ശക്തമായ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, സാംസ്കാരിക പരിചയം, അമിതമായി പ്രചരിപ്പിക്കപ്പെട്ട സമീപ ജില്ലകളിലെ റിയൽ എസ്റ്റേറ്റ് വിപണികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാണുന്ന കുറഞ്ഞ അസ്ഥിരത എന്നിവയെല്ലാം കൂടി നോക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഭാവിയിൽ വളരെ വലിയ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കുന്നു. കോട്ടയം മേഖലകളിൽ റിയൽ എസ്റ്റേറ്റ് മേഖല സ്ഥിരതയുള്ളതായതിനാൽ നിക്ഷേപകർ ഇവിടെ കണ്ണുവയ്ക്കുന്നു. വാടക വരുമാനം വിശ്വസനീയമാണ്. വാടകക്കാർ ദീർഘകാലാടിസ്ഥാനത്തിൽ ജീവിക്കുന്നു. വിലവർദ്ധനവ് സ്ഥിരമാണ്, ഊഹക്കച്ചവടമല്ല. ഇതൊരു ഫ്ലിപ്പ് ആൻഡ് റൺ വിപണിയല്ല. ഹൈപ്പില്ലാതെ വീടുകൾ ഇത്ര വേഗത്തിൽ വിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒടുവിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ് ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റായ എന്നെ അത്ഭുതപ്പെടുന്നത്. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ബെൽറ്റുകൾ ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ നാടും സ്വന്തം വീടും സ്ഥലവും അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ്, ഫോളോ ചെയ്തു വെച്ചോളൂ. അടുത്ത വീഡിയോ അതിനെക്കുറിച്ചാണ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.